കൊള്ളാം, എന്ത് നല്ല ചെടിയാ. അല്ല, ചെടി മുഴുവൻ ഇത് തിന്നു തീർക്കുകയാണല്ലോ. ബണ്ണി, സോർദാർ, പോപ്പാട്ട്, ഈ കഴുത ചെടി മുഴുവൻ തിന്നു തീർക്ക. എവിടെയാടാ കഴുത? ഇത് തന്നെയാ, പക്ഷെ കാണാൻ കുതിരയെ പോലെ ഇരിക്കുന്നേ. എടാ കഴുതേ, അത് കുതിര തന്നെയാണ്, സംശയമുണ്ടോ? പണ്ട് ഞാൻ കുതിരയായിരുന്നു, എന്നാൽ ഇപ്പോഴെന്റെ ജീവിതം കഴുതേ കഴിഞ്ഞും ദയനീയമാ. കൊള്ളാലോ. അല്ല, ഇത് കൊടുങ്കാറ്റാണല്ലോ. ഞാൻ ഇവന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഇവന് ഒരുപാട് റേസിൽ ജയിച്ചിട്ടുള്ള കുതിരയാ. പണ്ട് ഞാനൊരു കൊടുങ്കാറ്റ് തന്നെയായിരുന്നു. ഇപ്പൊ എന്നെ ആർക്കും വേണ്ടതായി. അല്ല, താനെന്തിനാ ഇത്രയധികം വിഷമിക്കുന്നേ? ഇപ്പോഴെന്നെ കൊണ്ട് ഓടാൻ കഴിയില്ല. പണ്ട് ഞാൻ കാറ്റിനോട് സംസാരിക്കുമായിരുന്നു. അത് ശരി, കാറ്റിനോട് നിങ്ങൾ സംസാരിക്കോ? എന്നാ കാറ്റിനോട് സംസാരിച്ച് എന്നെ ഒന്ന് കാണിക്ക്. കാറ്റിനോട് ഹലോ എന്ന് പറഞ്ഞേ. ഇവൻ സത്യത്തിൽ കഴുത തന്നെയാ. എന്നാൽ പൂച്ചയുടെ രൂപ എങ്ങനെയാ അവന് കിട്ടിയത്? അവന്റെ കാര്യം വിട്, തന്റെ കാര്യം പറയേ. പറയാനോ? എന്തു പറയാൻ? എന്റെ മുതലാളി എന്നെ റേസിൽ നിന്ന് മാറ്റി നിർത്തി. അയാള് പറയുന്നു എന്നെ കൊണ്ട് ഓടാൻ കഴിയില്ല എന്ന്. ഒരു റേസിൽ തോറ്റ ഉടൻ തന്നെ നിന്റെ കോൺഫിഡൻസ് നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതെ, ഞങ്ങൾ നിന്റെ മുതലാളിയോട് സംസാരിക്കാം. അതിലൊരു പ്രയോജനമില്ല. അയാൾ ഇപ്പോൾ ഒരു പുതിയ കുതിരയോടൊപ്പമാ. നീ വാ, നിന്റെ മുതലാളിക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. വാ, വേഗം പോകാം. ശരി, വാ. ഇതാണ് സ്ഥലം. എന്റെ മുതലാളി ദിവസവും 10 മണിക്കാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഇവിടെ തന്നെ കാത്തു നിൽക്കാം. കൊച്ചളിയ, ഞാനൊന്ന് ചുമ്മാ കറങ്ങിയിട്ട് വന്നേക്കാം. എന്നെ തല്ലാൻ മാത്രം ധൈര്യമോ? ഹണി, പുറംകാലം കൊണ്ട് തൊഴിക്കുന്നു. രക്ഷിക്കണേ, രക്ഷിക്കണേ. എന്റെ കുതിര കഴിക്കുന്ന വെള്ളത്തെ മുഴുവൻ നശിപ്പിക്കുന്നു. അല്ല, ഞങ്ങള് വെള്ളത്തിൽ വീണു പോയതാണ്. ശരി, അതൊക്കെ പോട്ടെ. നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അങ്ങേ കാണാനാ ഞങ്ങൾ വന്നത്, സർ. എന്തിന്? ഞങ്ങൾ കൊടുങ്കാറ്റിന്റെ കൂട്ടുകാരാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവനെ വീണ്ടും അങ്ങ് റേസിൽ മത്സരിപ്പിക്കണം, സംശയമുണ്ടോ? തോൽക്കുന്ന കുതിരയെ ഞാൻ ഒരിക്കലും പങ്കെടുപ്പിക്കില്ല. ഇവൻ ജയിക്കുന്ന കുതിരയാണ് സാറേ. എടാ കൊടുങ്കാറ്റ്, കാണിച്ചു കൊടുക്ക്. ഇനി ഇവനെ കൊണ്ട് ഒരു പണി വേണമെങ്കിൽ ചെയ്യിപ്പിക്കാം. കല്യാണത്തിന് മണവാളനെ ചുമന്നുകൊണ്ട് പോകുന്ന ആ ഒരു പണി മാത്രം. സാറേ, ഞാൻ ഒരുപാട് റേസുകൾ ജയിച്ച് അങ്ങക്ക് ലക്ഷക്കണക്കിന് കാശുണ്ടാക്കി തന്നിട്ടുണ്ട്. അതൊക്കെ പണ്ട്. ഇനി നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല. ഇത്രയ്ക്ക് അപമാനിക്കരുത്. ഇന്നും ഇവനെ കൊണ്ട് റേസിൽ ജയിക്കാൻ കഴിയും. 20 വർഷം കൊണ്ട് ഈ പണിയാണ് ഞാൻ ചെയ്യുന്നത്. എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണോ നീ? ശരി, ഞാനെന്നാ ചാലഞ്ച് ചെയ്യാണ്. അടുത്ത റേസില് കൊടുങ്കാറ്റ് ജയിക്കൂ. ഒരുപാട് ചിരിക്കുന്നവർ ഒരു ദിവസം കരയേണ്ടി വരും, സംശയമുണ്ടോ? ഈ റേസിൽ കൊടുങ്കാറ്റ് ആരാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊടുങ്കാറ്റേ, പ്രാക്ടീസിനുള്ള സമയമായി കഴിഞ്ഞു. ഓടിക്കോ. എടാ കൊടുങ്കാറ്റേ, കുറച്ചുകൂടെ വേഗത്തിൽ പോകാൻ നോക്ക്. സ്പീഡ് കൂട്ട്. ഞാൻ വല്ലാതെ ക്ഷീണിച്ചു പോയി. ഇവനെ കൊണ്ട് ഒട്ടും ഓടാൻ കഴിയുന്നില്ലല്ലോ.
ഞാൻ കേട്ടിട്ടുണ്ട് കുതിരയുടെ മുന്നിൽ ക്യാരറ്റ് വെച്ച് നീട്ടിക്കഴിഞ്ഞാൽ അത് കഴിക്കാനായിട്ട് അത് വേഗത്തിൽ ഓടും. അതെയോ? എന്തായാലും നല്ല ഐഡിയ തന്നെ. ഇനിയും വേഗത്തില്, ഇനിയും വേഗത്തില് ഓട്. ഓടറാ, വേഗം ഓട്, ഓട്. എടാ ഓട്, എടാ എടാ ഓടാൻ. നല്ല പച്ചപ്പുല്ല്, ഞാൻ ഇത് കഴിച്ചോളാം. കൊടുങ്കാറ്റേ, എടാ ഈ ക്യാരറ്റ് കഴിക്ക്. അത് നീ കഴിച്ചോ, എനിക്ക് എന്തായാലും ഈ പച്ചപ്പുല്ല് മതി. പണ്ടേ ഞാൻ പച്ചപ്പുല്ല കഴിക്കാറുള്ളത്. എടാ ഓടിക്കോ, ഓടിക്കോ, ഇല്ലെങ്കിൽ ഇവന്മാര് നമ്മളെ ക്യാരറ്റ് പോലെ തിന്ന് തീർക്കും. വേഗം ഓടറാ, ഓട്. ഓടിക്കോ, 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 ഓട, ഓട്, വേഗം ഓട്. ഓടിക്കോ, എടാ വേഗം ഓട്, ഓടിക്കോ. കലക്കി, കലക്കിയടാ, കലക്കി, വേഗം ഓട്. ഹുറേ, രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു. എടാ ഇന്ന് നീ വെടിയുണ്ടേക്കാൾ വേഗത്തിലാണ് ഓടിയത്. എന്നെ കൊണ്ട് ഓടാൻ കഴിയും, എന്നെ കൊണ്ട് വേഗത്തിൽ ഓടാൻ കഴിയും. ഇത്ര തന്നെ. നാളെ റേസിൽ ഇങ്ങനെ ചെയ്താ മതി. റേസിൽ നീ തന്നെ ആയിരിക്കും ജയിക്കുക. സത്യത്തിൽ അത്രയ്ക്ക് വേഗത്തിൽ ഇവനെ ഓടിയോ? അതേടാ. അപ്പൊ റേസിലും കാട്ടുനായവനെ ഓടിക്കോ? അതിന്റെ ആവശ്യമൊന്നും ഇല്ലടാ. ഇവൻ എന്തായാലും പഴയ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞു. പക്ഷെ റേസിൽ ജോക്കി ഇല്ലാതെ ഓടാൻ കഴിയുകയില്ലല്ലോ. അതിന് ബന്നിയുണ്ടല്ലോ. ഞാനോ? ഇന്നത്തെ റേസിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കുറെ നാളുകൾക്ക് ശേഷം കൊടുങ്കാറ്റ് ഇതാ ഓടാൻ വന്നിരിക്കുകയാണ്. എന്നാൽ കൊടുങ്കാറ്റ്, എടാ കൊടുങ്കാറ്റേ, ഒന്ന് സ്ലോ ആയിട്ട് പോണേ. സ്ലോ ആയിട്ട് പോകണമെന്നോ? പിന്നെ എങ്ങനെയാ ജയിക്കാൻ പറ്റുക? റെഡി, സ്റ്റഡി, ഗോ. കമോൺ, ഒന്ന് വേഗം ഓട്. കൊടുങ്കാറ്റ്, കൊടുങ്കാറ്റ്, കൊടുങ്കാറ്റ്. ബ്രൗണി, 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 ബ്രൗണി. പോയി നിന്റെ കുതിരയിലിരിക്കേ. ബണ്ണി, ബണ്ണി, ബണ്ണി. മത്സരിക്കുന്നത് ബന്നിയല്ലടാ, കൊടുങ്കാറ്റാണ്, മറക്കണ്ട. എടാ വേഗം ഓട്, നിന്നെ കൊണ്ട് കഴിയും. ഓർമ്മയുണ്ടോ കാട്ടിൽ നീ എത്ര വേഗത്തിലാ ഓടിയത്, എത്ര ഉയരത്തിലാ ചാടിയത്? ജംപ്, കമോൺ, ജംപ്. കുതിര നമ്പർ 4 കൊടുങ്കാറ്റാണ്. അടിപൊളി, ബണ്ണി ജയിച്ചിരിക്കുന്നു. എങ്ങനെയാ ജയിച്ചത്? ഞങ്ങൾ പറഞ്ഞതല്ലേ ഈ റേസിൽ കൊടുങ്കാറ്റെ ജയിക്കൂ. എന്തായാലും കലക്കിയടാ കൊടുങ്കാറ്റെ, കലക്കി. മുതലാളി, ഇത് എന്റെ മാത്രം കഴിവല്ല, ഇവർ 4 പേരുടെയും കൂടിയാണ്. ഞാൻ ജയിച്ചതിന്റെ പൈസ മന്നിക്കാണ് കൊടുക്കേണ്ടത്. സർ, ഇനി എന്തായാലും കൊടുങ്കാറ്റിനെ അങ്ങയോടൊപ്പം വെച്ചുകൊണ്ട് റേസിൽ ഓടിക്കുമല്ലോ അല്ലേ? അതെ, എന്നാൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇനി അവൻ ഓടുന്ന എല്ലാ റേസിലും ബന്നിയായിരിക്കും ജോക്കി. ആര്, ഞാനോ? അതെ, നീ തന്നെ.